മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശിമാറ്റവും അത് തുലാം, വൃശ്ചികം, ധനു എന്നീ രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നതിനെയും കുറിച്ചാണ് വിവരിക്കുന്നത്. വർഷം 2025 മെയ് 15 സൂര്യൻ മേടൻ രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇവിടെ ജൂൺ 15 വരെ നിൽക്കുന്നതുമായിരിക്കും. സൂര്യൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് ആദ്യമായി നമുക്ക് നോക്കാം. സൂര്യൻ നിങ്ങളുടെ 11ാം ഭാവത്തിൻ്റെ അധിപനാണ്. രാശി മാറുന്നത് 8ാം ഭാവത്തിലേക്കാണ്. തുലാം രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. സൊസൈറ്റിയിൽ നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും. സയൻസ്, റിസർച്ച് എന്നീ ഫീൽഡിലുള്ളവർക്കും PhDയും മറ്റും ചെയ്യുന്നവർക്കും നല്ല പ്രോഗ്രസ് പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സൂര്യൻ്റെ ഈ രാശിമാറ്റം അപ്രതീക്ഷിതമായി ചില അപകടങ്ങളോ മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ നല്ല പേഷ്യൻസോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. ഈഗോയും പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. കാരണം ശനിയുടെ 3ാം ദൃഷ്ടി സൂര്യനിലായിരിക്കും പതിക്കുന്നത്. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സൂര്യൻ്റെ രാശിമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം. സൂര്യൻ നിങ്ങളുടെ 10ാം ഭാവത്തിൻ്റെ അധിപനാണ്. രാശി മാറുന്നത് 7ാം ഭാവത്തിലേക്കാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ ഈ സമയത്ത് പരിവർത്തനങ്ങൾ ചെയ്യുന്നതും ലാഭസ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതുമായിരിക്കും. ഇത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ധനലാഭം വരാൻ ഇടയാക്കുന്നതായിരിക്കും. പക്ഷേ പിന്നീട് അതിൻ്റെ മറ്റ് റിയാക്ഷൻസും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. പൊതുവെ കരിയറിലും ബിസിനസ്സിലും പോസിറ്റീവായിട്ടായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും മാനേജ്മെൻറ്റ് ലെവലിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് കൂടിയ പാക്കേജോടുകൂടി ജോലിക്ക് ഓഫറുകളും ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. ഇനി ധനുരാശിക്കാരുടെ കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ധനുരാശിക്കാരുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് 6ാം ഭാവത്തിലേക്കാണ്. സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ജോയിൻറ്റ് പെയിൻ, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാൻ സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ നേത്ര സംബന്ധമായ പ്രശ്നങ്ങളോ മറ്റും വരാനും സാധ്യതകളുണ്ട്. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ സമയത്ത് യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അഥവാ യാത്രകൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ സാവകാശം വേണം ചെയ്യുവാൻ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. കടങ്ങളും ലോണും മറ്റും ഈ സമയത്ത് എടുക്കുന്നത് ശുഭകരമായിരിക്കത്തില്ല. ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നവർ ഈ സമയത്ത് സ്റ്റാഫ് കാരണം നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പൊതുവെ ധനുരാശിക്കാർ സൂര്യൻ്റെ ഈ രാശിമാറ്റ സമയത്ത് എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും.
ഇതാണ് സൂര്യൻ്റെ രാശിമാറ്റം തുലാം, വൃശ്ചികം, ധനു രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.